ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1 ഏലക്കയുടെ കുരു മാത്രമൊന്നും എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാലൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഒരു ബൗളിലേക്ക് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെയൊക്കെ മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു പ്ലേറ്റ് എടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം ഒരുപാട് കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടി കുറഞ്ഞു ഇരിക്കാൻ പാടില്ല. ആ ഒരു രീതിക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പ്ലേറ്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് മാവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള പ്ലേറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കി കഴിയുമ്പോഴത്തേക്കും മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 15 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോഴത്തേക്കും മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കിണ്ണത്തപ്പം തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.